غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة ومن يطع الله ورسوله فقد رشد واهتدى ومن يعصهما فقد ضل وغوى فإنه لا يضر إلا نفسه ولا يضر الله شيئا إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയനായ അധ്യക്ഷൻ ജമാഅത്തെ ഇസ്ലാമി കേരള ശൂറാംഗവും IPH ഡയറക്ടറുമായ ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവർകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിവന്ദ്യരായ പ്രവർത്തകരെ, പ്രിയമുള്ള SIO സഹോദരങ്ങളെ, സ്നേഹമുള്ള നാട്ടുകാരെ, ഈ പ്രദേശത്തിന്റെ പരിസരങ്ങളിൽ നിന്നും ഈ പരിപാടി ശ്രവിക്കുന്നതിന് വേണ്ടി വന്ന സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, സ്നേഹമുള്ള സഹോദരിമാരെ, നമ്മളിൽ എല്ലാവരിലും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ സദാസമയവും ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയുടെ ഉദ്ദേശത്തെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിലൂടെയും ഷെയ്ഖ് സാഹിബിന്റെ ആമുഖ പ്രസംഗത്തിലൂടെയും നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ലഭിച്ചിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വക കാര്യങ്ങൾ ആവർത്തിക്കുവാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നില്ല. എന്നിലർപ്പിതമായ ബാധ്യത ഇസ്ലാമിലെ ഇബാദത്ത് എന്ന് പറയുന്ന അടിസ്ഥാനപരമായ വിഷയത്തെ സംബന്ധിച്ച്, മറ്റൊരർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്ത് തൗഹീദ് പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെ കുറിച്ച് സംസാരിക്കുക എന്നതാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വളരെ ശ്രദ്ധയിൽ ഉണ്ടാകുവാൻ വേണ്ടി ഓർമ്മിപ്പിക്കണം എന്നെനിക്ക് തോന്നുകയാണ്. അതായത്, ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതാണ് പ്രശ്നം. ഇതേതായിരുന്നാലും ഒരു ആവേശകരമായ ഒരു പ്രസംഗത്തിന്റെ വേദിയാക്കി മാറ്റാൻ നമ്മുടെ ഈ വിഷയത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസമുണ്ട്. ഞാൻ പറയുന്നത് ഇതൊരു പ്രസംഗമല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രസംഗത്തിന്റെ വല്ല ഗുണവുമുണ്ടെങ്കിൽ ആ ഗുണം ഇതിനുണ്ടാകില്ല. രണ്ട്, പ്രസംഗത്തിന് വല്ല ദോഷവുമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഒരു സ്റ്റഡി ക്ലാസ് മോഡലിൽ ഈ കാര്യം പറയുവാനാണ് ഇപ്പോൾ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അല്പം ശ്രദ്ധയോടുകൂടി, അതിലേറെ ക്ഷമയോടുകൂടി സഹകരിക്കണം എന്ന് ഒന്നാമതായി പറയുകയാണ്. ഇതൊരു മറുപടി പ്രസംഗമല്ല. കാരണം മറുപടി പറയണമെങ്കിൽ ഇവിടെ പറയേണ്ടത് മറുപടിയാണ്. ഞാൻ കേട്ടതാണ് ഇവിടെ നടത്ത പരിപാടിയുടെ കാസറ്റ് തുടക്കം മുതൽ അവസാനം വരെയും ശ്രദ്ധിച്ചു കേട്ടു. കാരണം ഇവർ പറഞ്ഞിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരുന്നത്. കുഴപ്പമുണ്ടായിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുയുടെ ആശയം തിരിയാത്തത് കൊണ്ട്. അതുകൊണ്ട് അതിൽ കാര്യമായ ഒരു ചർച്ച ഒരുടൻ പരിഹാരം വേണമെന്നാണ്. അതിനാൽ ആലിമീങ്ങൾ ഇങ്ങോട്ട് ഇത് കേട്ട ഉടനെ ആംബുലൻസ് വിളിച്ചു വരണം എന്ന രീതിയിലാണ് നോട്ടീസിന്റെ പ്രകൃതം. ടെൻഡർ പരസ്യം നമ്മൾ പറഞ്ഞു, അങ്ങനെ ടെൻഡർ പരസ്യത്തിൽ കാളവോട്ട് നടത്താനുള്ളതല്ല ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം. ആലിമീങ്ങൾ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുമ്പോൾ ആലിമീങ്ങളെക്കാളും വലിയവരത് കേൾക്കണം. അവരാ വിധി പറയേണ്ടത്. പണ്ഡിതന്മാര് രണ്ട് വിഭാഗത്തിന്റെ പണ്ഡിതന്മാര് കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുമ്പോൾ അത് കേട്ടിട്ട് പാമരന്മാര് വിധി പറഞ്ഞാൽ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരാത്തത്. അതല്ലാതെ പറയാൻ വിഷയമില്ലാത്തത് കൊണ്ടല്ല. അത് ഇൻഷാ അല്ലാഹ് എന്റെ ഈ സംസാരം തീർന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൗരാണികരും പ്രാമുഖ്യമുള്ളവരുമായ പണ്ഡിതന്മാർ എന്തു പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം അത്യാവശ്യം വിശദീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുശേഷം ഷെയ്ഖ് സാഹിബിന് വേറെയും പലതും പറയാനുണ്ട്. ഒക്കെയും വളരെ പ്രാധാന്യമുള്ളതാണ്. ഏതായിരുന്നാലും വന്ന സ്ഥിതിക്ക് എല്ലാം കേട്ടിട്ടേ പോകാവൂ എന്നാണ് എല്ലാവരോടും എനിക്ക് ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി അഭ്യർത്ഥിക്കുവാനുള്ളത്. സൂചിപ്പിച്ചു വന്ന സംഗതി, ഇബാദത്ത് എന്ന് പറയുന്നത് ഒരു വൈജ്ഞാനിക വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്ന പ്രസംഗത്തിന്റെ മറുപടിയാകാൻ 2 ശബാബിലെ ഉദ്ധരണിയും അൽമനാറിലെ ഒരു ഉദ്ധരണിയും
സെൽസബീലിൽ നിന്ന് പിന്നെ മൊത്തം സെൽസബീലും വായിക്കേണ്ടി വരും, കാരണം ആ കോലത്തിലാണ് അതിന്റെ രീതി. അപ്പൊ അതൊക്കെ കൂടി ആയിട്ടുണ്ടെങ്കിൽ നേരം ഉൾക്കോളം പറയാൻ മാത്രം വിഷയം അതുണ്ട്. പക്ഷേ അത് സാധാരണക്കാർക്ക് എപ്പോഴും കിട്ടും. ആ വകയിൽ IPH ഒരുപാട് പുസ്തകങ്ങളുമുണ്ട്. അതുകൊണ്ട് സാധാരണ ചർച്ചയിൽ കവലയോഗങ്ങളിൽ ചർച്ചയാകാത്ത ഒരു രീതിയിൽ ഈ വിഷയത്തെ സമീപിച്ചുകൊണ്ട് ഇസ്ലാം ഇതിൽ എവിടെ നിൽക്കുന്നു, ഇസ്ലാം ഈ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു, ഖുർആൻ ഈ വിഷയത്തെ വിഷയ സംബന്ധമായി എന്തു പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല നേതാക്കളിൽ അഗ്രഗണ്യനായ സയ്യിദ് അബുൽ അല മൗദൂദി സാഹിബ് ജീവിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചുപോയ പ്രമുഖരായ പണ്ഡിതന്മാർ ഇബാദത്തിനെയും തത്സംബന്ധമായ വിഷയങ്ങളെയും ഇങ്ങനെ നോക്കിക്കണ്ടു. ഈ വക കാര്യങ്ങളെക്കുറിച്ചൊരു ബോധം, ഒരു വ്യക്തമായ വിവരം നമുക്കുണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചില സംഗതികൾ ഞാനിവിടെ പറയുന്നത്. ആ ഗൗരവത്തിൽ കൂടി തന്നെ അത് ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. പ്രിയ സഹോദരന്മാരെ, നമുക്കറിയാം ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധനത്തിന്റെ കേന്ദ്രാശയം ഒന്നാണ്, അഥവാ പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ അന്തസത്ത ഒന്നാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. എല്ലാ ജനങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചു. എല്ലാ ജനങ്ങളിലേക്കും വന്ന പ്രവാചകന്മാർ അവരവരുടെ ജനസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു, അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, താഗൂത്തുകളെ വർജിക്കണം. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, താഗൂത്തുകളെ വർജിക്കണം. ഒന്നാമത്തത് ഇബാദത്ത്, അത് അല്ലാഹുവിനാകണം. അതിന്റെ നേരെ മറുവശത്തുള്ളതോ താഗൂത്തിനെ വർജിക്കണം. എന്താണ് ഇബാദത്ത് എന്നതപ്പോൾ ഗൗരവമുള്ള കാര്യമാണ്. പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭാഷയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, വിശദാംശങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മൗലികമായി പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ അന്തസത്ത എക്കാലത്തും ഒന്നായിട്ടുണ്ട്. ആ അന്തസത്തയുടെ അവസാനത്തെ വ്യക്തമായ രൂപത്തോടുകൂടിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മണലാരണ്യത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനായിക്കൊണ്ട് നിയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങളിലേക്കും ആയത്തുകളുടെ വിശദീകരണങ്ങളിലേക്കും പോകുന്നതിന് മുമ്പ് ഏത് നാടിനും മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സംസാരം ആരംഭിക്കണം എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മുസ്ലിമിന്റെ ബാധ്യതയുണ്ട്. പ്രവാചകന്മാർ എന്തിനു വേണ്ടി നിലകൊണ്ടു, നമ്മളിൽ നിന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്താണ്, ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ആ വക പ്രഭാഷണങ്ങളിൽ പറയാറുള്ള പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സംഗതിയും. നമുക്കറിയാം, ഈ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഇതിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് അവനാണ് നമ്മളെയും ഈ ഭൂലോകത്തെയും മൊത്തം സൃഷ്ടിച്ചത്. നമുക്ക് കാണുന്നതും കാണാത്തതുമായ ലോകത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഉടമാവനാണ്. നമ്മൾ അവന്റെ നിയന്ത്രണത്തിലാണ് എല്ലാ സംഗതികളും ഉള്ളത്. അവൻ ഇച്ഛിക്കുന്നതേ ഇവിടെ യഥാർത്ഥത്തിൽ നടപ്പാകുന്നുള്ളൂ. എല്ലാത്തിനെയും അന്തിമമായി ഉടമത്തപ്പെടുത്തിക്കൊണ്ട് എല്ലാത്തിന്റെയും മേൽ അധിപനായിട്ട് നിലകൊള്ളുന്ന സർവാധിപതിയായ നാഥൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് അവന്റെ നിയമവും അവന്റെ ക്രമവുമാണ് ആകാശലോകത്ത് നടപ്പാകുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെയും സഞ്ചാര രീതികളുടെ നിർണയത്തിൽ അങ്ങനെ തുടങ്ങി പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ എന്ന് പറയുന്ന സംഗതികളിലൊക്കെയും അല്ലാഹുവിന്റെ നിയമവും അല്ലാഹുവിന്റെ നിയന്ത്രണവും അല്ലാഹുവിന്റെ ക്രമീകരണവുമാണ്. അവക്കത് ലംഘിക്കുക സാധ്യമല്ല. എന്നെങ്കിലും അത് ലംഘിക്കപ്പെടുന്നതെങ്കിൽ അത് അല്ലാഹുവിന്റെ ഓർഡർ അനുസരിച്ച് ലോകത്തിന്റെ അവസാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിനു മുമ്പ് അത് ലംഘിക്കപ്പെടുന്ന പ്രശ്നമേയില്ല. എല്ലാം പടച്ച തമ്പുരാന് കീഴ്പ്പെട്ടിരിക്കുന്നു. ആകാശഭൂമികളിലുള്ള സകല സാധനങ്ങളും ഒന്നുകിൽ തന്നിഷ്ടപ്രകാരം അല്ലെങ്കിൽ നിർബന്ധിതമായി അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ലോകം, ഈ ഭൂമി, ഇതിലെ സംവിധാനങ്ങൾ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ എല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചതുമാണ്. അപ്പോൾ മനുഷ്യരെ ഈ ഭൂമിയിൽ പ്രതിനിധികളാക്കി അള്ളാഹു ഖലീഫയായി ഭൂമിയിൽ നിയോഗിച്ചുകൊണ്ട് ആ മനുഷ്യർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഇവിടെ സജ്ജീകരിച്ചു വെച്ചു. എന്നിട്ട് മനുഷ്യർക്ക് ഒരു നിർണിതമായ സ്വാതന്ത്ര്യം നൽകി. പൂർണ്ണ സ്വതന്ത്രനാണ് മനുഷ്യൻ എന്ന് നമുക്കാർക്കും അഭിപ്രായമില്ല. വിവരമുള്ളവരാരും അങ്ങനെ പറയുകയുമില്ല. കാരണം ഒരു മനുഷ്യന്റെ ജനനം, മരണം, ശരീരങ്ങളുടെ അവയവങ്ങളുടെ ഉപയോഗം, ആകാരം തുടങ്ങി എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലൊന്നും നമുക്ക് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. ആരോ തീരുമാനിച്ചതുകൊണ്ട് ആ തീരുമാനം അങ്ങനെ നമ്മളിൽ അങ്ങോട്ട് നടപ്പാക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ അത് ഏകപക്ഷീയമായി അംഗീകരിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വശം നിർബന്ധിതമായി ആർക്കോ കീഴ്പ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ആരെയോ ഏതോ ഒരു ശക്തിയുടെ അടിമയാണ്. ആ അടിമത്വത്തിൽ നിന്ന് നമുക്ക് മോചനമില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല.